ഹലോ, നമുക്കിന്ന് റെക്ടാങ്കിളിനെ കുറിച്ച് പഠിക്കാം. ഈ റെക്ടാങ്കിള്, സ്ക്വയർ, പാരലലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം ഇതൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽസ്? ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡും അതേപോലെ 4 ആംഗിളുമുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ റെക്ടാങ്കിളും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. റെക്ടാങ്കിളിന് 4 സൈഡ് ഉണ്ട്. നമുക്ക് ആദ്യം റെക്ടാങ്കിളിന്റെ സൈഡ്സിനെ കുറിച്ച് പഠിക്കാം. റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ. ഇതിന്റെ AB എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡാണ് DC എന്ന് പറയുന്ന സൈഡ്. അതേപോലെ BC എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡാണ് AD എന്ന് പറയുന്ന സൈഡ്. AB-യും BC-യും ഈക്വൽ ലെങ്തിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ BC-യും AD-യും ഈക്വൽ ലെങ്തിലായിരിക്കും ഉണ്ടാവുക. അപ്പം റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ AB എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡാണ് BC. അപ്പം AB-യും BC-യും പാരലൽ ആയിരിക്കും. അതേപോലെ AD എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആണ് BC. അപ്പം AD-യും BC-യും പാരലൽ ആയിരിക്കും. ഓക്കെ, ഇനി റെക്ടാങ്കിളിന് 4 ആംഗിൾ ആണുള്ളത്. ഓരോ ആംഗിളും 90 ഡിഗ്രി വെച്ചാണ്. അപ്പം ആംഗിൾ A 90 ഡിഗ്രിയാണ്, ആംഗിൾ B 90 ഡിഗ്രിയാണ്, ആംഗിൾ C 90 ഡിഗ്രിയാണ്, ആംഗിൾ D 90 ഡിഗ്രിയാണ്. അപ്പം ഓരോ ആംഗിളും 90 ഡിഗ്രിയാണ്. അങ്ങനെ ടോട്ടൽ ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കൊരു റെക്ടാങ്കിളില് 2 ഡയഗണൽസ് വരയ്ക്കാൻ പറ്റും. എന്താണ് ഡയഗണൽസ്? 2 ഓപ്പോസിറ്റ് വേർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് ഡയഗണൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ A എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്ന് അല്ലെങ്കിൽ A എന്ന് പറയുന്ന കോർണറിൽ നിന്ന് C എന്ന് പറയുന്ന കോർണറിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എനിക്ക് ഈ A എന്ന് പറയുന്ന കോർണറിൽ നിന്ന് B എന്ന് പറയുന്ന കോർണറിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ ഡിയിലോട്ടും എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. A എന്ന് പറയുന്ന കോർണറിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് കോർണർ ആയിട്ടുള്ള സിയിലോട്ടേ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പം ഈ റെക്ടാങ്കിളിന്റെ ഫസ്റ്റ് ഡയഗണൽ AC ആണ്. അതേപോലെ ഇതിന്റെ സെക്കൻഡ് ഡയഗണൽ BD ആണ്. അപ്പം നമുക്കൊരു റെക്ടാങ്കിളില് എത്ര ഡയഗണൽസ് വരയ്ക്കാനായിട്ട് പറ്റും? 2 ഡയഗണൽസ് ആണ് ഒരു റെക്ടാങ്കിളിന് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നത്. അതേപോലെ ഈ 2 ഡയഗണൽസിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. 2 ഡയഗണൽസിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. AC എന്ന് പറയുന്ന ഡയഗണലിന്റെയും BD എന്ന് പറയുന്ന ഡയഗണലിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഈ 2 ഡയഗണലും മിഡ് പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. AC എന്ന് പറയുന്ന ഡയഗണലും BD എന്ന് പറയുന്ന ഡയഗണലും O എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പം ഈ O എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AOയും OCയും ഈക്വൽ ആയിരിക്കും. അതേപോലെ BOയും ODയും ഈക്വൽ ആയിരിക്കും. അപ്പം 2 ഡയഗണലും മിഡ് പോയിന്റിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. AOയും OCയും ഈക്വൽ ആയിരിക്കും. അതേപോലെ BOയും ODയും ഈക്വൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാങ്കിളിന്റെ ലെങ്തിനെ അതിന്റെ ബ്രെഡ്ത്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ. ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ
ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് എത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, സിയിൽ നിന്ന് ഡിയിലെത്തി, ഡിയിൽ നിന്ന് തിരിച്ച് എയിലെത്തി. അപ്പം ഇത്രയും ദൂരമില്ലേ, ഇതാണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 2 times L പ്ലസ് ബി ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. ഇതിന്റെ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഞാൻ എ സി എന്ന് പറയുന്ന ഡയഗണൽ വരച്ചു. അപ്പോ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. അതിന്റെ ബേസ് എ ബി, അതിന്റെ പെർപെൻഡിക്കുലർ ബി സി, അതിന്റെ ഹൈപ്പോട്ടേനിയസ് എ സി. ഓക്കെ, അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടേനിയസ് കാണുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ. ഇവിടെ ബേസിന് പകരം ലെങ്ത്, പെർപെൻഡിക്കുലറിന് പകരം ബ്രെഡ്ത്ത്. അപ്പം റെക്ടാംഗിളിന്റെ ഡയഗണൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ. ഓക്കെ, ഇനി ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അതിന് അകത്തായിട്ട് എക്സ് വിഡ്ത്തില് ഒരു പാത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പം ഇതാണ് ആ റെക്ടാംഗിൾ ഷേപ്പിലുള്ള പ്ലോട്ട്. അതിന് ചുറ്റുമായിട്ട് എക്സ് വിഡ്ത്തില് ഒരു ഫുട്പാത്ത് ഉണ്ട്. അപ്പം ഈ പാത്തിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം ഈ എക്സ് വിഡ്ത്തിൽ പാത്ത് വന്നപ്പോ ഇവിടെയും 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 ഒക്കെ എക്സ് വിഡ്ത്തിൽ പാത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയ റെക്ടാംഗിൾ ആയിട്ടും ഈ എക്സ് വിഡ്ത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ റെക്ടാംഗിൾ ആയിട്ടും രണ്ട് റെക്ടാംഗിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്നുകിൽ ഈ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ രണ്ട് റെക്ടാംഗിളിന്റെയും ഏരിയയുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പാത്തിന്റെ ഏരിയ കിട്ടും. അതല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. പാത്തിന്റെ ഏരിയ കാണുന്നത് 2x ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് ചെയ്താൽ മതി. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് പാത്തിന്റെ വിഡ്ത്ത് ആണ്. ഇനി ഈ പാത്തിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? പാത്തിന്റെ പെരിമീറ്റർ കാണാനായിട്ട് 4 ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഒന്നുകിൽ വലിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, അപ്പൊ ഈ പാത്തിന്റെ ഏരിയ കിട്ടും. അതല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 2x ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് ചെയ്യുക. പാത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 4 ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് ചെയ്യുക. റെക്ടാങ്കുലർ ഫീൽഡിന് അകത്താണ് എക്സ് വിഡ്ത്തിൽ പാത്ത് വരുന്നത് എങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇനി ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഉണ്ട്, അതിന് പുറത്തായിട്ട് എക്സ് വിഡ്ത്തിൽ ഒരു പാത്ത് വരികയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോഴും നമുക്ക് ഒന്നുകിൽ ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക, രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക. അതല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. ആ പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 2x ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 2x. ഓക്കെ, പാത്ത് അകത്തായപ്പോ ഈ എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് നമ്മൾ ചെയ്തു. ഇവിടെ 2x മൈനസ് ചെയ്തു. പാത്ത് പുറത്തായപ്പോ എൽ പ്ലസ് ബി പ്ലസ് 2x എന്ന് ചെയ്തു, പ്ലസ് 2x ആയി. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ഈ പാത്തിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ കാണാൻ 4 ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് 2x എന്ന് ചെയ്താൽ മതി. ഈ സെയിം സാധനം ഇവിടെ വരും, 2x പകരം 4. ഓക്കെ, ഇനി ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അതിന് ക്രോസ് ആയിട്ടാണ് എക്സ് വിഡ്ത്തില് പാത്ത് വരുന്നതെങ്കിൽ ആ പാത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ചെയ്യേണ്ടുന്നത് പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് ചെയ്താൽ മതി. ഓക്കെ, റെക്ടാങ്കുലർ ഷേപ്പിലുള്ളൊരു പ്ലോട്ട് ഉണ്ട്, അതിന്റെ ക്രോസ് ആയിട്ട് എക്സ് വിഡ്ത്തിലുള്ള ഒരു
പാത്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എക്സിന്റെ എൽ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് ചെയ്താൽ മതി. പാത്തിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ കാണാൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി മൈനസ് 2x എന്ന് ചെയ്താൽ മതി. ഇപ്പൊ ഈ പ്ലോട്ടിന് അകത്ത് വരുന്ന സമയത്തൊക്കെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, പുറത്ത് വരുന്ന സമയത്തൊക്കെ ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂമുണ്ട്. ആ റൂമിന്റെ 4 വോളിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂമുണ്ട്. അതിന്റെ 4 വോളിനും പിന്നെ റൂഫിനും പെയിന്റ് അടിക്കണം. അപ്പോ എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ എത്ര ലിറ്റർ പെയിന്റ് വരും എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആ 4 വോളിന്റെയും പിന്നെ ആ റൂഫിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ ആണ് 2 ഇൻറ്റു എച്ച് ഇൻറ്റു എൽ പ്ലസ് ബി പ്ലസ് എൽ ബി. ഓക്കെ, ഇത്രയും ഇക്വേഷൻ നമ്മൾ റെക്ടാംഗിളിൽ നിന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.